കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കോവിൽമലയിലെ 1, 2, 16 വാർഡുകളിലെ മുഴുവൻ ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും PMAY ഭവന പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും പട്ടയ നടപടികൾ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് യുവജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട 1000-ൽ പരം കുടുംബങ്ങൾക്ക് പട്ടയത്തോടുകൂടി നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല. കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചു കുടുംബങ്ങൾക്ക് മാത്രം അടുത്ത കാലത്ത് സർക്കാർ പട്ടയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 850-ൽ പരം ജനറലായ കുടുംബങ്ങളും 266 ആദിവാസി കുടുംബങ്ങളും ഇടകലർന്ന് താമസിക്കുന്ന പ്രദേശം ലാൻഡ് രജിസ്റ്ററിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഇതുവരെ പട്ടയ നടപടികൾ സർക്കാർ സ്വീകരിക്കാത്തത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമലയിൽ 1, 2, 16 വാർഡുകളിലായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 വീടുകൾ അനുവദിക്കുകയും 1ാം ഗഡുവായ 40,000 രൂപ ഉപഭോക്താക്കൾക്ക് കൈപ്പറ്റുകയും ചെയ്തു. നിലവിലുള്ള മൺകുടിലുകൾ പൊളിച്ചുമാറ്റി തറകെട്ടുകയും ചെയ്തു. എന്നാൽ കോവിൽമല രാജാവ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് വീടുകളുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള NOC നൽകാതിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതോടെ 19ഓളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി താൽക്കാലികമായി നിർമ്മിച്ച കൂരയ്ക്കുള്ളിലാണ് കഴിഞ്ഞു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി, കർഷക അതിജീവന സംരക്ഷണ സമിതി എന്നിവയുടെ പിന്തുണയോടെ കോവിൽമലയിലെ യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. വിഷയത്തിൽ അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുവാനാണ് ഇവരുടെ തീരുമാനം. പ്രതിഷേധ സമരം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു. കർഷക അതിജീവന സംരക്ഷണ സമിതി രക്ഷാധികാരി PC വിജയൻ, മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കച്ചൻ പറപ്പള്ളിൽ, മോബിൻ ജോണി, സോണിയ, ലൈലാമ, സന്തോഷ് പാറയോലിക്കൽ, ബാബു പതാപറമ്പിൽ, ബേബി പുതിയാത്ത് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.